പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രത്തിൽ ഈശോയുടെ ദനഹ തിരുനാളും വിശുദ്ധ റപ്പായൽ മാലാഖയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളും വിപുലമായി ആഘോഷിക്കും. ജനുവരി 2, 3, 4, 5 തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുക. പള്ളിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് ഇടവക വികാരിയും റെക്ടറുമായ ഫാദർ ഡോക്ടർ ജോബ് പടയാട്ടിൽ തിരുനാൾ വിവരങ്ങൾ അറിയിച്ചത്. ഈ മാസം 28 ഞായറാഴ്ച രാവിലെ 7:15 ലതീഞ്ഞ് ആഘോഷമായ പാട്ടുകുർബാന, തിരുഹൃദയ നൊവേന എന്നിവയ്ക്ക് ശേഷം തിരുനാൾ കൊടിയേറ്റം നടക്കും. തുടർന്ന് തിരുനാൾ പ്രസുതേന്തി സമർപ്പണവും നടക്കും. ജനുവരി 2 മാസാദി വെള്ളി തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുക. രാവിലെ 10 ആഘോഷമായ പാട്ടുകുർബാന, ദിവ്യകാരുണ്യ പ്രദക്ഷിണം, പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം എന്നിവയ്ക്ക് ആബാ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ സിൻഡോ പൊന്തേക്കൻ മുഖ്യ കാർമ്മികനാകും. ഉച്ചയ്ക്ക് 12 സൗഖ്യദായക തിരുഹൃദയ ഊട്ട് വിതരണം നടക്കും. വൈകിട്ട് 7 ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മവും തുടർന്ന് തിരുമുറ്റമേളവും നടക്കും. ജനുവരി 3 രാവിലെ 7:15 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വീടുകളിലേക്ക് തിരുഹൃദയം, അമ്പ് എന്നിവ വെഞ്ചരിച്ച് നൽകും. വൈകിട്ട് 5 ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ശേഷം കൂടുതുറക്കൽ ശുശ്രൂഷ, തിരുസ്വരൂപം എഴുന്നള്ളിപ്പ്, പിണ്ടി തിരി തെളിയിക്കൽ എന്നിവ നടക്കും. രാത്രി 10 തിരുഹൃദയം, അമ്പ് എഴുന്നള്ളിപ്പ് പള്ളിയിൽ സമാപിക്കും. ജനുവരി 4 ഞായറാഴ്ച ഈശോയുടെ ദനഹ തിരുനാൾ ആഘോഷിക്കും. രാവിലെ 10:30 നടക്കുന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഇടവകാംഗമായ നവവൈദികൻ ഫാദർ ജോബിൻ ഐനിക്കൽ മുഖ്യ കാർമ്മികനാകും. മങ്ങാട് ഇടവകയിലെ നവവൈദികൻ ഫാദർ ജിജോ തറയിൽ ദനഹ സന്ദേശം നൽകും. അമ്മാടം ഇടവകയിലെ നവവൈദികൻ ആക്ടൻ പള്ളിശ്ശേരി സഹകാർമ്മികനാകും. വൈകിട്ട് 4:30 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണം നടക്കും. ജനുവരി 5 രാവിലെ 6:30 ഇടവകയിലെ മരിച്ചവർക്കായി വിശുദ്ധ കുർബാന, ഒപ്പീസ് എന്നിവ നടക്കും. വൈകിട്ട് 6:30 നവവൈദികനുള്ള അനുമോദന ചടങ്ങിന് ശേഷം ഗാനമേള അരങ്ങേറും. ജനുവരി 11 ഞായറാഴ്ച രാവിലെ 7:15 ദനഹ തിരുനാൾ 8-ാം ഇടവും ആഘോഷിക്കും. ഇടവക വികാരിയും റെക്ടറുമായ ഫാദർ ജോബ് പടയാട്ടിലിനൊപ്പം ജനറൽ കൺവീനർ ഷാജു കിടങ്ങൻ, കൈക്കാരന്മാരായ ബിജു തെക്കിനിയത്ത, ജോൺസൺ വള്ളൂപ്പാറ, ജോക്സൺ കുറ്റിക്കാട്ടിൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സെബസ്ത്യാനോസിൻ്റെയും തിരുനാളായിട്ട് നമ്മുടെ പള്ളിയിലത്തെ മെയിൻ തിരുനാളായിട്ട് നമ്മളിത് ആഘോഷിക്കുന്നത്. പിന്നെ ജൂൺ മാസത്തിൽ നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാളുണ്ട്. അപ്പോൾ അത് പൂർവാധികം ഭംഗിയായി തന്നെ ഈ വർഷം നമ്മൾ ആഘോഷിക്കുന്നു. അപ്പോൾ അത് KCM ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പരിപാടി വയ്ക്കുന്നത്. നമ്മൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രസിഡന്റ് വായിച്ച അത് കഴിഞ്ഞിട്ട് ഈ തിരുമുറ്റമേളം, അത് സ്വിച്ച് ഓൺ കർമ്മ ഉണ്ട് അന്ന് തന്നെ, വെള്ളിയാഴ്ച തന്നെ. അപ്പോൾ ആ ദിവസത്തിലൊരു ഇതിനു വേണ്ടി തിരുമുറ്റമേളം, അത് ഈ വർഷത്തെ പുതിയൊരു പരിപാടിയാണ്. 40 കലാകാരന്മാരെ ഇറക്കിയിട്ട് അത് വളരെ ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. KCM ആണ് അതിൻ്റെ നേതൃത്വം കൊടുത്തത്.